ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഉള്ളിവടയുടെ ഒരു റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ കടകളിൽ കിട്ടുന്ന ചായക്കടകളിൽ കിട്ടുന്ന നല്ല മൊരിഞ്ഞ അതേ രീതിയിലുള്ള ഉള്ളിവടയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഒരു 3 സവാള ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, 2 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞ് ഒരു പാത്രത്തേക്ക് ഇട്ട് 1 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 3 സവാള ചെറുതായി അരിഞ്ഞ്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ്, ഇഞ്ചിയും കൂടെ ഒരു കഷ്ണം അരിഞ്ഞ് നന്നായി മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനി നമ്മൾക്ക് അതിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. ഒരു 150 ഗ്രാമോളം കടലമാവ് ഇട്ടിട്ടുണ്ട്. ഒരു 3 സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ കായപ്പൊടിയും, അതും കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇടാനുള്ളത് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, ഇത്രയും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൽ നന്നായിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. അതായത് ചീനിച്ചട്ടിയിലാണ് വറക്കുന്നത്. ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണ് എണ്ണ ഇഷ്ടം അത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയുടെ കൂട്ട് ഓരോ ഉരുളകളാക്കി വയ്ക്കാം. കണ്ടില്ല, അതുപോലെ ഉള്ളം കയ്യിലിട്ട് നന്നായി ഉരുളകളാക്കി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം. ഉള്ളം കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ എണ്ണയെല്ലാം തിളച്ച് വന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എണ്ണ നന്നായി തിളച്ച് വന്നു. ഈ ബൗൾ ഒരെണ്ണം എടുത്ത് നമ്മൾ ഉള്ളം കയ്യിൽ വെച്ച് പരത്തിയതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടോ, കണ്ടില്ലേ, നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതുപോലെ എല്ലാ ബോളുകളും നമ്മൾ ഇതുപോലെ എണ്ണയിലേക്ക് ഉരുട്ടി വെച്ചതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് കോരുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ നിങ്ങൾക്കെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരു 4 മണി പലഹാരം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. നോക്കൂ, അങ്ങനെ എല്ലാ ബോളുകളും നമ്മളങ്ങനെ ഉള്ളം കയ്യിലിട്ട് പരത്തി ഇങ്ങനെ വറുത്തെടുക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.